അല്ല, ഈ മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീഡിയോഗ്രാഫറുമായിട്ട് ആരോ വർത്തമാനം പറഞ്ഞ് ഒരു ദേശം ശബ്ദം ഉയരുന്ന മാതിരി തോന്നി. അപ്പം ഞാൻ അവിടെ ചെന്ന് അവരോട് മാറിയിക്കാൻ പറഞ്ഞ് നിങ്ങൾ അപ്പുറത്ത് സംസാരിച്ചു. അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഇടപാടൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഈ ചട്ടലംഘനം ശ്രദ്ധയിലേക്ക് വന്നു, അത് വീഡിയോയിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോഗ്രാഫറെ പുറത്തേക്ക് കൊണ്ടുപോയതെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. അവരാരും സ്ഥലത്തില്ലല്ലോ, അത് പിന്നീടുണ്ടാക്കുന്ന കെട്ടുകഥകളാണ്. അതല്ല, ഒരു സ്ട്രേഞ്ചർ ഫോട്ടോ വീഡിയോഗ്രാഫി ചെയ്യുന്നു. അപ്പോൾ അവിടെ പത്രപ്രവർത്തകരുണ്ടായിരുന്നു, പത്രക്കാരൊക്കെ അറിയിച്ചിട്ടായി നടത്തി. ഇത് സ്വകാര്യ ഏർപ്പാടൊന്നുമല്ല. പക്ഷേ അത് പിന്നെ മറ്റൊരു തരത്തിൽ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നുമല്ല. അല്ല, അവിടുന്ന് സംസാരിക്കുന്ന ബഹളം ഉണ്ടായി. മന്ത്രി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു വർത്തമാനം പറയുന്ന ഒരു ശല്യമായി തോന്നി. അതുകൊണ്ട് അപ്പുറത്തേക്ക് മാറി എന്നൊന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ആളുകളുടെ മുമ്പിലല്ലേ സംസാരിച്ചു. അവർ വളരെ തന്നെ അവിടെ നിന്ന് ഒരു പോവുകയും ചെയ്തു. മറ്റൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള പിന്നെ ഇടപെടൽ അല്ലെങ്കിൽ ബലപ്രയോഗമോ അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു പരാതി അവർക്കുള്ളതായിട്ട് അപ്പോഴും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലാകുന്നില്ല. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, മന്ത്രിയുടെ പ്രസ്താവന, പിന്നീട് ഇളമരത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടൽ, ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കുന്നത്? പ്രതിപക്ഷ കക്ഷികൾ പരാതി ഏത് രീതിയിലാണ് കമ്മീഷന് മുന്നിലേക്ക് എത്തുന്നത്? പ്രജീഷ്, അതായത് ജില്ലാ കളക്ടർ, വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഏതായാലും മന്ത്രിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. ഒരാഴ്ചക്കകം മറുപടി നൽകണം എന്നാണ് കളക്ടർ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഇത്തരത്തിലൊരു പരാതി വന്നു, പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയോട് നേരിട്ട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ വൈകിട്ട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയാണ്. സ്പോർട്സ് ഫ്രറ്റേണിറ്റി എന്ന ലേബലിലാണ് ഈ പരിപാടി നടന്നത്. മണ്ഡലത്തിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ, കായിക രംഗത്ത് വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുക എന്ന ഉദ്ദേശത്തിൽ നടത്തിയ പരിപാടിയാണ്. ഈ ഉദ്ഘാടനത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിവിധങ്ങളായ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം കോഴിക്കോട്ടെ സ്റ്റേഡിയം അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു പുതിയ പദ്ധതിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പാടില്ല, പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കോൺഗ്രസ് UDF ചൂണ്ടിക്കാട്ടുന്നത്. UDF ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. ചട്ടലംഘനം നടത്തിയ മന്ത്രിയെ അയോഗ്യനാക്കണം, ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറാമാനെ തടയുകയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്ത ഇളമരം കരീമിനെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇളമരം കരീമിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത്, മന്ത്രി പ്രസംഗിക്കുന്ന സമയത്ത് ഒരാൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കുകയാണ്, ചെറിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപരിചിതനായ ഒരാളായതുകൊണ്ട് അപ്പോൾ തന്നെ വന്ന് ആരാണെന്ന് ചോദിക്കുക മാത്രമാണ് ഉണ്ടായത്. ഏതായാലും പുറകിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഈ സ്റ്റേജിൽ നിന്ന് പുറകിലെ റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇവിടെ നിന്ന് സ്റ്റേജിൽ വെച്ച് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മന്ത്രിയുടെ പ്രസംഗത്തിന് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് പുറകിലേക്ക് കൊണ്ടുപോയത് എന്നാണ്. ഏതായാലും UDF ആരോപിക്കുന്നതും ഈ പരാതിയിൽ പറയുന്നതും നേരെ പുറകിലേക്ക് കൊണ്ടുപോയി പ്രസംഗത്തിൽ ഈ വിധത്തിലുള്ള ചട്ടലംഘനം ഉണ്ടായി, അത് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് പുറകിലേക്ക് കൊണ്ടുപോയതെന്നതാണ്. അത് പൂർണ്ണമായും മന്ത്രിയല്ല, സ്ഥാനാർത്ഥി പൂർണ്ണമായും തന്നെ നിഷേധിക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് വിധത്തിലാണ് ഇതിൽ നടപടി സ്വീകരിക്കുക എന്നാണ് കണ്ടറിയേണ്ടത്. ഒപ്പം മന്ത്രി ഇളമരം കരീമിനും ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസിനും എതിരെ പരാതി കമ്മീഷനിലേക്ക് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ UDF നേതാക്കൾ.